ഒരു ഓട്ടോറിക്ഷ ഓടിച്ചാൽ കിട്ടുന്ന വരുമാനം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവള് ഞങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഒന്നും നീ പേടിക്കണ്ട. ആ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും നടന്നു പോയിക്കോളൂ. അങ്കിളെ, തൽക്കാലം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. വരട്ടെ, നമുക്ക് സമയമുണ്ടല്ലോ. ഹരീഷേ, എനിക്ക് നിന്നോട് സംസാരിക്കുന്നതിനൊരു പരിധിയുണ്ട്. എടാ, നീ ഒന്ന് സംസാരിക്കടാ. ഹരീഷേ, എനിക്കറിയാം നിനക്ക് എന്നോട് വെറുപ്പാണെന്ന്. അതിൽ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നുമില്ല. അത് സ്വാഭാവിക. കാരണം ഞാനും 2 പെങ്ങന്മാരുടെ ആങ്ങളെയാ. പക്ഷെ എന്റെ മനസാക്ഷി അതിനനുസരിച്ചാ ഞാൻ ഇപ്പോഴും ജീവിക്കുന്ന. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ സിറ്റുവേഷനിൽ കഴിഞ്ഞതൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കുന്നതാ നല്ലത്. ഓക്കെ, അത് തന്നെ എന്റെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. ഞാൻ മറ്റൊരു കാര്യം പറയാനാ ഇപ്പൊ നിന്റെ അടുത്ത് വന്നത്. എടാ, നിനക്ക് മറ്റു കോംപ്ലക്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇവളുടെ കാര്യത്തില് നിന്നെ പോലെ തന്നെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ഇല്ല, പക്ഷേ ഇനി പണത്തിന്റെയൊക്കെ ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. നിനക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അക്കാര്യങ്ങളോർത്ത് നീ ടെൻഷൻ ആവണ്ട. എനിക്ക് എന്ത് ടെൻഷൻ? എന്റെ കാര്യങ്ങൾ നോക്കാനുള്ള പണം എന്റെ കയ്യിലുണ്ട്. ഹലോ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇക്കാര്യത്തില് ആരും ബുദ്ധിമുട്ടണ്ട. ഇവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് എന്റെ ഉത്തരവാദിത്വം. ഇവളെ ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാം. ഹലോ, എന്താ ശേഖരൻ സാറേ? രാജു റേഞ്ചിലില്ലേ? എന്താ സാർ? അല്ല, രാജുവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ എന്റെ അളിയൻ ഹരീഷിന്റെ വീട്ടിലാണ്. എന്താ സാർ വിളിച്ചത്? രാജു അത്യാവശ്യമായിട്ട് ഏട്ടനെ ഒന്നൊന്ന് കാണണം. ഏട്ടൻ പറഞ്ഞിട്ടാ ഞാൻ വിളിക്കുന്നത്. എന്താന്നറിയില്ല, ഏട്ടൻ വല്ലാത്തൊരു ടെൻഷനില്ല. ഞാൻ ഉടനെ വരാം സാർ. ശരി രാജു, പെട്ടെന്ന് വാ. എനിക്ക് അത്യാവശ്യമായിട്ട് വർമ്മ സാറിന്റെ അടുത്ത് വരെ ഒന്ന് പോണം. എന്നാ രാജുവിടം വയ്ക്കും. നാളെ ഞാൻ ഇവിടെ സെന്റ് തെരേസസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ അങ്ങോട്ട് വന്നാൽ മതി. ശരി എന്നാ. നിങ്ങളെല്ലാരും വീട്ടിലേക്ക് പൊക്കോളൂല്ലോ. ഞങ്ങള് പൊക്കോളാടാ. നീ വേഗം ചെന്ന് വർമ്മ സാറിനെ കാണാൻ നോക്കും. ശരി സാർ. എന്നാ ഞാൻ പോയിട്ടിരാം. മോള് സന്തോഷമായിട്ടിരിക്കേ. ശരി എന്നാ. അതാ പ്രധാന കാര്യം. എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയെന്ന് നമ്മൾ അന്വേഷിക്കണം. അത് കണ്ടെത്തണം. അല്ലെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ കൈവിട്ടു പോകും. ലാപ്ടോപ്പ് ഡീലിംഗ്സിന്റെ ഫയല് നീക്കിയത് ഇവനല്ലേ? ഇവൻ കോടിക്കണക്കിന് രൂപയുടെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ലെന്ന് ആര് കണ്ടു? ചേച്ചി പറയട്ടെ, മെയ് അനങ്ങാതെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപ അക്കൗണ്ടിലേക്ക് വന്നാ ആർക്കെങ്കിലും കഴിക്കോ? മാഡം,
ഓ, വിശ്വസ്തനാണ്, സത്യസന്ധനാണെന്ന് പറഞ്ഞ് എല്ലാം നീ ഇവനെ ഏൽപ്പിച്ചു. ഒടുവിൽ എന്തു പറയുന്നു? സ്വന്തം മകളെ പോലെ ഇവന് കെട്ടിച്ചു കൊടുത്തു. പാല് കൊടുത്ത കൈക്ക് തന്നെ ഇവൻ തിരിച്ചു കടിച്ചില്ലേ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് സൈക്കിളിടാ, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയും. നീ എനിക്കെന്റെ ആങ്ങളെയാണെങ്കിലും എനിക്കെന്റെ മകനെ പോലെയാ. നീ ജയിലിലേക്ക് പോവുകയാണെന്ന് കേട്ടപ്പോ എനിക്കെന്റെ ചങ്ക് പൊട്ടുക. കോഴ വാങ്ങിക്കാനല്ലെങ്കിൽ തീരുമാനിച്ച കമ്പനിക്കല്ലാതെ മറ്റൊരു കമ്പനിക്ക് ഇവൻ എന്തിനാ എഗ്രിമെന്റ് എഴുതിയേ? എത്ര കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചെന്ന് പറയണം. ചേച്ചി, എന്ത് മര്യാദകളും വിളിച്ചു പറയാമെന്ന് കരുതരുത്. രാജു ഒരു പാവമാണെന്ന് കരുതി എന്തോ അവൻ ക്ഷമിക്കുമെന്ന് കരുതരുത്. അല്ലെങ്കിലും ചേച്ചി ഇങ്ങനെയാ, രാജുവിനെ കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാ അത് മാക്സിമം മുതലാക്കും. അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഞങ്ങളും അരിയാഹാരം തന്നെ കൂടുതൽ കഴിക്കുന്ന ചേച്ചി. നീയൊന്നേ അത്രയ്ക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണ്ട. എന്റെ ആങ്ങളെയാ കേരളക്കരയ്ക്ക് മുന്നില് ഒരു പെരും കള്ളനാവാൻ പോകുന്നേ. എടാ, എനിക്ക് നോവും, നിനക്കൊന്നും നോവണമെന്നില്ല. തെറ്റ് ചെയ്തവരെയും കട്ടു മോഷ്ടിച്ചവരെയും അവര് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. എടാ, എന്റെ ആങ്ങളെ കള്ളനാക്കിയതിന്റെ ഉത്തരവാദി നീയാ. നീ ഒറ്റൊരാൾ മാത്രം. ഇതിന് ന്യായമായ പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ എല്ലാ തെറ്റുകളും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോണം.